വിശാല സംസ്ഥാന സമിതിക്ക് മുന്നോടിയായി നേതൃയോഗം വിളിച്ച് CPM. വിശാല സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കേണ്ട റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനാണ് യോഗം. സെപ്റ്റംബർ 2-3 തീയതികളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് കരട് റിപ്പോർട്ട് തയ്യാറാക്കും. വാർത്തയുടെ വിവരങ്ങളുമായി VV അരുൺ തന്നെയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അരുൺ, വിശാല സംസ്ഥാന സമിതിയിൽ അതിന് മുന്നോടിയായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി സെപ്റ്റംബർ 2-3 തീയതികളിൽ ഇപ്പോൾ നേതൃയോഗം വിളിച്ചിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? സിറ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലില്ലാത്ത തിരിച്ചടിയാണ് സംസ്ഥാനത്ത് ഇടതുമുന്നണിക്കുണ്ടായത്, CPM-നുണ്ടായത്. ചില ജില്ലകളിൽ ഒരു സീറ്റ് പോലും ലഭിക്കാൻ കഴിയാതെ, മലപ്പുറത്തും എറണാകുളത്തുമൊക്കെ ഒരു സീറ്റ് പോലും ലഭിക്കാൻ കഴിയാതെ പോയി. കണ്ണൂരിലെ പാർട്ടി കോട്ടകളിലടക്കം വലിയ തിരിച്ചടി ഉണ്ടായി, വോട്ടുകളുടെ ഒലിച്ചുപോക്കുണ്ടായി. തിരുവനന്തപുരത്ത് വലിയ കുഴപ്പമില്ലാതെ പിടിച്ചു നിന്നെങ്കിലും അവിടെയും വലിയ നഷ്ടമുണ്ടായി. കൊല്ലത്ത് പ്രശ്നങ്ങളുണ്ട്. ആലപ്പുഴ പാർട്ടിയുടെ വിപ്ലവ മണ്ണെന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആലപ്പുഴയിൽ ഒരു കാലത്തും പരാജയപ്പെടുന്ന സീറ്റുകളിൽ തിരിച്ചടി ഉണ്ടായി. അങ്ങനെ സംസ്ഥാനം ഒട്ടാകെ ഇടതുമുന്നണിക്ക് CPM-ന് വലിയ തിരിച്ചടി ഉണ്ടായ തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. അതിന് പിന്നാലെയാണ് നിരവധി തെറ്റുകൾ തിരുത്താനുണ്ട്. ആ തെറ്റുതിരുത്തൽ ചർച്ചകളിലേക്ക് കടക്കാനാണ് CPM പാർട്ടി പ്ലീനം ചെയ്യണമെന്ന അഭിപ്രായം CPM-ന്റെ നേതൃയോഗങ്ങൾ ഉണ്ടായത്. പക്ഷേ പ്ലീനത്തിലേക്കല്ല, പകരം ഒരു വിശാല സംസ്ഥാന സമിതിയിലേക്ക് ആണ് തീരുമാനമെത്തിയത്. കോഴിക്കോട് 13, 14, 15 അടുത്ത മാസം വിശാല സംസ്ഥാന സമിതി ചേരുന്നുണ്ട്. അവിടെ സാധാരണ ഇത്തരം സംസ്ഥാന സമിതി ഉദ്ദേശം തന്നെ തെറ്റുകൾ തിരുത്തലാണ്. അത് സംഘടനാപരമായ തിരുത്തലുകളും അനിവാര്യമാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അഴിച്ചുപണി വേണം. സെക്രട്ടേറിയറ്റ് നിർജ്ജീവമായി മാറുന്നു. പ്രധാന വിഷയങ്ങൾ ഇടപെടാൻ കഴിയുന്നില്ല. പല തീരുമാനങ്ങളും തെറ്റിപ്പോകുന്നു. അതുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രധാനപ്പെട്ട ഘടകമാണ് CPM-ന്റെ. ആ ഘടകത്തിൽ അഴിച്ചുപണി വേണമെന്ന് ആവശ്യമുണ്ട്. പക്ഷേ അത്തരമൊരു പൂർണ്ണ അഴിച്ചുപണിയിലേക്ക് CPM പോകാനിടയില്ല. പകരം ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചില മാറ്റങ്ങൾ വന്നേക്കാം. 1-2 ആളുകളെങ്കിലും മാറ്റി പുതിയ ആളുകളെ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. സംസ്ഥാന സമിതിയിലും നേരത്തെ മന്ത്രിമാരായതുകൊണ്ടും മറ്റും സംസ്ഥാന സമിതിയിൽ ഇടം പിടിച്ച വീണ ജോർജ്, R. ബിന്ദു തുടങ്ങിയവരുണ്ട്. അവരെയൊക്കെ ഒരുപക്ഷെ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട്. പുതിയ ആളുകൾ, പ്രായമുള്ള ആളുകൾ, ചില ആളുകളെങ്കിലും ഇപ്പോൾ പ്രായപരിധി കഴിഞ്ഞ് തുടരുന്നുണ്ട്. അവരെ മാറ്റാനിടയുണ്ട്. കൂടുതൽ യുവാക്കളെ കൊണ്ടുവന്നേക്കാം. സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സെൻറ്റർ, AKG സെൻറ്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കൂടുതൽ നേതാക്കളെ തലസ്ഥാനത്തേക്ക് കൊണ്ടുവന്നേക്കാം. അത്ര ചില മാറ്റങ്ങൾ കൂടി സംസ്ഥാന സെക്രട്ടറി പോലും മാറണമെന്ന് ആവശ്യമുണ്ടെങ്കിലും അത്തരമൊരു കടുത്ത മാറ്റത്തിലേക്ക് CPM കടക്കില്ല. പൂർണ്ണ അഴിച്ചുപണിയിലേക്ക് കടക്കില്ല. പകരം ഇത്തരത്തിൽ ചെറിയ തോതിൽ അഴിച്ചുപണി മാറ്റങ്ങൾക്ക് CPM സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന സമിതി വിധേയമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ വെക്കേണ്ട റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. ആ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് CPM-ന് ഇപ്പോൾ നേതൃയോഗങ്ങൾ വിളിക്കുന്നത്. സെപ്റ്റംബർ 2-3 തീയതികളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റും 7-8 തീയതികളിൽ സംസ്ഥാന സമിതിയും ചേരും. 4 ദിവസത്തെ നേതൃയോഗം ചേരുകയാണ്. ഈ യോഗത്തിൽ വിശാല സംസ്ഥാന സമിതി അവതരിപ്പിക്കേണ്ട റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് യോഗത്തിൻ്റെ പ്രധാന അജണ്ട. ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് സംസ്ഥാന സമിതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ പ്രാഥമിക ചർച്ചകളും ഒരുപക്ഷെ നടന്നേക്കാം. ആ ചർച്ചകളുടെ മാത്രം അടിസ്ഥാനത്തിലാകില്ല. സംസ്ഥാന സമിതി, വിശാല സംസ്ഥാന സമിതി ജില്ലാ സെക്രട്ടറിമാർ വരെ പങ്കെടുക്കുന്ന, പോഷക സംഘടനകളുടെ ജില്ലാ ഭാരവാഹികൾ വരെ പങ്കെടുക്കുന്ന വിശാല സംസ്ഥാന സമിതിയിൽ ഒരു ശക്തമായ ആവശ്യം ഉയർന്നു വന്നാൽ ഈ പല ഇപ്പോഴത്തെ തീരുമാനങ്ങളും പിന്നോട്ട് പോകേണ്ടി വരും. പലതിലും ശക്തമായ നിലപാട് വന്നാൽ അവിടെ ഈ സംഘടനാതലത്തിന് വലിയ മാറ്റങ്ങൾക്കിടെ വച്ചേക്കാം. അങ്ങനെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. ഏതായാലും അതിന് മുന്നോടിയായുള്ള റിപ്പോർട്ട് തയ്യാറാക്കാനാണ് ഈ 4 ദിവസത്തെ നേതൃയോഗം CPM തിരുവനന്തപുരത്ത് ചേരുന്നത്. ശരി, VV അരുണാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.